ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന പെരുന്നാളിനോടനുബന്ധിച്ചു നടത്തപ്പെടുന്ന 8 നോമ്പ് ആചരണത്തിന്റെ 1ാമത്തെ ദിവസം. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കുന്നത് വിശുദ്ധ ലൂക്കോസിനാൽ എഴുതപ്പെട്ട കർത്താവിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വചനം. മാലാഖ അവളുടെ അടുക്കൽ കടന്നു വന്ന് അവളോട്, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളെ, ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ എന്ന് പറഞ്ഞു. ദൈവത്താൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഈ തിരുവചന ഭാഗം പരിശോധിക്കുമ്പോൾ പ്രകാരം കാണാൻ സാധിക്കും. ഗബ്രിയേൽ മാലാഖ ഗലീലയിൽ നസ്രേത്ത് പട്ടണത്തിൽ ദാവീദ് വംശത്തിലുള്ള യോസേഫ് എന്ന പേരുള്ളവന് വിവാഹം നിശ്ചയിക്കപ്പെട്ട കന്യക മറിയാമിന്റെ അടുക്കിലേക്ക് അയക്കപ്പെട്ടു എന്ന വാർത്ത. ഗബ്രിയേൽ മാലാഖ കന്യകയോട് പറയുന്ന വാക്കിങ്ങനെയാണ്: കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദൈവമാതാവിന്റെ ജനനം മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഒരുങ്ങലിന്റെ ഭാഗമാണെന്ന് ഓർത്തഡോക്സ് ദൈവശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ അവതാരത്തിന് വേണ്ടി പരിശുദ്ധിയും വിനയവും നിറഞ്ഞ ഒരു പാത്രത്തെ കർത്താവ് കണ്ടെത്തുകയാണ്. അങ്ങനെ കണ്ടെത്തിയ കന്യക മറിയത്തെ തന്റെ മകന് വേണ്ടി തെരഞ്ഞെടുത്ത് അവളെ അതിനു വേണ്ടി ഒരുക്കുന്നുണ്ട്. ദൈവം കന്യക മറിയാമിനെ തന്റെ രക്ഷാകര പദ്ധതിക്കായി തെരഞ്ഞെടുക്കുന്നു എന്നതാണ് ഇന്നത്തെ ചിന്ത വിഷയം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധനായ എഫ്രൈം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കൃപയുടെ ഖനി അവളിൽ തുറന്നു, അവളുടെ ഗർഭത്തിൽ ജീവൻ നിറഞ്ഞു. കർത്താവിന്റെ അവളുടെ ഉദരത്തിലേക്കുള്ള പ്രവേശനത്തെക്കുറിച്ച് എഫ്രൈം പറയുന്നത്: കൃപയുടെ ഖനി അവളിൽ തുറന്നു, അവളുടെ ഗർഭത്തിൽ ജീവൻ നിറഞ്ഞു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവം ചെറിയവരെ പോലും തന്റെ മഹത്തായ പദ്ധതിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നുണ്ട്. നമുക്കും പ്രാർത്ഥിക്കാം: കർത്താവെ, ഈ കാലഘട്ടത്തിൽ നിന്റെ ദൈവികമായ പദ്ധതിക്കായി ഞങ്ങളെയും തിരഞ്ഞെടുക്കണമേ, ഞങ്ങളെയും എടുത്തുപയോഗിക്കണമേ, അങ്ങേക്ക് പ്രീതികരമായ പാത്രമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ, മഹത്തായ കാര്യങ്ങൾ ചെയ്യുവാൻ, ചെറുതും വലുതുമായ കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മളെ പൂർണ്ണമായും കർത്താവിന്റെ കരങ്ങളെ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ തന്റെ ജീവിതം കർത്താവിന് സമർപ്പിച്ചതുപോലെ നമുക്കും നമ്മുടെ ജീവിതം സമർപ്പിക്കാം. അതിന് ഈ വചനഭാഗമുടയാകട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.